നാട്ടിലുണ്ടോ? നാട്ടിലുണ്ടോ? എവിടെ പോയായിരുന്നു പറഞ്ഞു? ആ
സമാധാനം കർത്താവെ കരുതുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാദങ്ങളുടെ പ്രതീക്ഷ നിരദാസനെ കരുണയോടെ നിർത്തണമേ നല്ലവരുത്തു വലമ്പാകേ ആകാശവും ഭൂമിയും നിരതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിലവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. ശേഷിച്ചില്ല ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. അന്ത്യമേഴാത്തോരവികരമോദം ദൈവമേ, ഞങ്ങൾ പാപമോചനത്തിനായി പനിനീരിനെ ആശ്രവദിക്കണമേ.
ഈ ജലധാരനെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളെയും പരിമസികളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ ഭാവമോചനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. പരിശുദ്ധർപ്പിക്കുന്നവരെ ദൈവനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ നിന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ നിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവരാം ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം യുദ്ധം സകലേശം ഞങ്ങൾ കരുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾക്കേരിയിലെ തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും. അനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേക്കും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത കുടരുന്നു. ക്ഷയമുള്ളോരക്ഷയരാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കും നീ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അടയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരുത്തുവരം നൽകണമേ നിത്യായുസി.
മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയും അവനോട് ഉയർപ്പിക്കും. കർത്താവ് ജീവിക്കുന്നവർ മരിച്ചു പറഞ്ഞുകൊണ്ടേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് മാത്രം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമായ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുത്തി വെക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നതായ നാം കർത്താവിന്റെ ഹൃദയത്തിനായി അവരോടുകൂടെ ഞങ്ങൾ എടുക്കപ്പെടും. നാം ഇന്ന് കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന എന്റെ മംഗലത്തിന്റെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം അധ്യായം 5 വാക്യം 24 മുതൽ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും എന്താപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ ദുർമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധൂതന്മാരെ നിയോഗിക്കണമെന്ന് അതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. കർത്താവേ, നിന്റെ ഞങ്ങൾ അനുഭവിക്കുകയും നിന്റെ ആദികളുമായി ശോഭയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാക്കും. ജീവനെയും പരിശുദ്ധാത്മാവായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്വതന്ത്രനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മരണം വരുമൊരു നാളോർക്കുക മർത്യാദി മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസന കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക
കുലമർത്യാദി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയപ്പെട്ടവരെ, ഭവനത്തിലെ എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പിടവാങ്ങും നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരിൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശിതനാഥൻ പ്രതിഫലമേകും.
സുമങ്ങൾ ചാത്തിയൊരു നമുക്കൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. ഒരാഴ്ച മുഴുവനെയും ഭൂമിയിൽ നന്നായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചു. നല്ലതാവുന്നില്ല സാമൂഹികവും അതുപോലെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ ജീവിച്ച് കടന്നുപോയി. കുടുംബത്തെ നഷ്ടപ്പെടുത്തിക്കാൻ വേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തു. നല്ല ദൈവം സമർത്ഥമായി തന്നെ അനുഗ്രഹിച്ചു. നല്ല മക്കളെ നൽകി അനുഗ്രഹിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം. അതുപോലെ നമ്മളെല്ലാവരും ഇടവയോടും ഈ നാടിനോടും ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ്. എപ്പോഴും ഇടവയോടും സമൂഹത്തോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഇടവകയുടെയും അതിൻ്റെ പ്രദേശത്തിൻ്റെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത് അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാവുന്നതാണ്. നല്ല പ്രാർത്ഥന നല്ല മക്കൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദ്ദേശിക്കുന്നതെല്ലാം കൂടുതലൊക്കെ എത്രയോ വലിയ വേദനയായിരിക്കും. പക്ഷേ എത്രപ്പെട്ട ഇതിൻ്റെ സഹോദരങ്ങളോടും മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ പറയുവാനുള്ളത് ഇത്രയും കാലം ഈ നല്ലവരോട് ജീവിക്കാനായിട്ട് സാധിച്ചു തീരുമാനമുള്ള അനുഗ്രഹം നിങ്ങൾക്ക് നൽകി എന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ നമുക്ക് സമാശ്വസിക്കാനായിട്ടാണ്. മരണം വാതിലുകൾ അതെല്ലാവരും കടന്നു പോകേണ്ടതാണ് എന്ന് പറയുന്നത് നമുക്കറിയാം. മരണത്തിൽ തീർത്ഥാടനമാണ് സ്വർഗത്തിലേക്കുള്ളത്. മരണത്തിന്റെ ഭാഗത്തുള്ള മാത്രമേ തീർത്ഥാടനം പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് മുമ്പേ കടന്നുപോയ ഒത്തിരിയേറെ ആളുകളെ ഏറ്റവും പ്രകൃതത്തെ നിലയിലായിട്ട് മുൻപ് ഇപ്പോൾ അവിടെ ചെയ്യുകയാണ്. ഇന്നലെല്ലാം നമ്മൾ ഈ മരണത്തിന്റെ ഭാഗത്തുള്ള കടന്നു പോകേണ്ടവരാണ്. എന്നുകൂടി ഞാൻ ഇപ്പോൾ നമ്മളെ വളരെ ശാന്തമായും ഏറ്റവും ശക്തമായിരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും നമ്മുടെ തന്നെ ജീവിതത്തെ കുറിച്ച് വിലയിരുത്തുവാനും നമ്മുടെ
നമ്മുടെ ജീവിതകാലത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാക്കി മാറ്റി വെക്കാനൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പ്രിയപ്പെട്ട ഞാൻ ഇപ്പോൾ നമ്മളോട് മൗനമായി മാറ്റി വളരെ ശക്തമായി പറയുന്നത് തന്നെയാണ്. നമ്മളെല്ലാവരും ഈ പ്രാർത്ഥന വാർത്തകളെ കടന്നു പോകേണ്ടതാണ് ഒരുങ്ങുക എന്നുള്ളത്. ഇതിൻ്റെ ദൈവം അവസാന നാളുകളെല്ലാം ആരോഗ്യത്തിൽ നമ്മൾ കൊടുത്തു. ഞാനത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. വളരെ ശാന്തമായിട്ട് വിശ്വസിച്ച് തമ്പുരാനെ ഓർത്ത് ദൈവകാലത്തോടുകൂടി രോഗികളെ സ്വീകരിച്ച് പ്രകാശം സ്വീകരിച്ച് വളരെ ശാന്തതയിൽ കടന്നു പോകാനായിട്ട് സാധിച്ചു. നല്ലൊരു ഒരുക്കം നടത്തിയിട്ടാണ് അച്ഛൻ കണ്ടുപോകുന്നത്. നമുക്ക് തമ്പുരാനെ പ്രത്യേകമായിട്ട് നമുക്ക് പറയാൻ ആദ്യം സ്വീകരിച്ചതുപോലെ അപ്പച്ചൻ്റെ കൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധ്യമായി എന്നുള്ളത് ദൈവം നമ്മുടെ അനുഗ്രഹമായിട്ട് കണക്കാക്കാം. തീർച്ചയായിട്ടും ഈ ഇടവകയുടെ ചരിത്രത്തെ നമ്മുടെ പേരും ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രാവശ്യം കഴിക്കാനായിരുന്നുകൊണ്ട് എത്രയോ സമയമാണ് ദേവാലയത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുക. പ്രത്യേകിച്ചും ഈ അത്രയും ദൂരത്തിലുള്ള ഈ മനുഷ്യൻ ഇവിടെ ദേവാലയത്തിൽ എല്ലാ ദിവസവും കഴിക്കാനായി ശുശ്രൂഷ ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര വലിയ ത്യാഗമാണ് അനുഷ്ഠിച്ചതെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇവർക്കായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ള സഹോദരൻ ഇടപെടുന്നതായെങ്കിൽ ദേവാലയത്തിന് വേണ്ടി ചെലവഴിച്ച മുഴുവൻ സമയവും ദൈവാനുഗ്രഹമായിട്ട് മകളിലൂടെ ദൈവം നിങ്ങൾ തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇടവേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാനുഷികമായ കുറ്റങ്ങളും തോന്നുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നല്ലവനായ ദൈവം, കാരുണ്യവാനായ ദൈവം കാരുണ്യത്തോടെ ക്ഷമിക്കുകയും സ്വർഗീയ സൗഭാഗ്യത്തിന് ദൈവത്തിനെ ആഗ്രഹം തീർക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കാനായിട്ട് സാധിക്കും. അവിടുത്തെ കുരിശുമരണത്തിൻ്റെയും പാടുകളുടെയും മരണത്തിൻ്റെയും ഉദ്ധാരണത്തിൻ്റെയും നല്ല ഓർമ്മകൾ കൊണ്ടാടുന്ന ഈ ആ ദിവസങ്ങളിൽ തന്നെ തമ്പുരാന്റെ ഗുണത്തിൽ വസിക്കാനായിട്ട് തമ്പുരാൻ വിളിച്ചു ദൈവം വിളി കൊടുത്തു. മരണം എന്ന് പറയുന്ന വിളി കൊടുത്തു എന്നുള്ളതും ദൈവം ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണല്ലോ. തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലെ സമാപ്തിയാണ്. സ്വർഗത്തിൽ പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. സ്വർഗത്തിലായിരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി ഇടവയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ജീവിച്ചിരുന്നപ്പോഴും അതിനേക്കാൾ അധികമായിട്ട് നന്മകൾ വാങ്ങിത്തരുവാനായിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരൻ അപ്പച്ചന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഓരോ മരവും നമ്മൾ വലിയ പ്രത്യാശയുടെ ഓർത്തുള്ള മരവും നമ്മളെ സംബന്ധിച്ച് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നല്ല ദിവസങ്ങളാണ് സമ്മാനിക്കുന്നത്. ഒരുപക്ഷെ പ്രിയപ്പെട്ട ചേച്ചിക്കും അതുപോലെ മക്കൾക്കുമൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ മക്കൾക്കുമൊക്കെ അല്പം പ്രയാസവും പ്രസക്തിയുണ്ടെങ്കിൽ ഇന്ന് നാളെ ഈ ദിവസങ്ങളോട് കഴിഞ്ഞു പോയി നിങ്ങൾ തീർച്ചയായിട്ടും ആനന്ദത്തോടുകൂടി ഓർക്കുന്ന നല്ല സുന്ദരങ്ങൾ ദൈവം നൽകുന്ന വലിയ സമ്മാനം. ഈ അപ്പൻ്റെ കൂടെ ജീവിക്കാനായിട്ട് അപ്പൻ്റെ കൂടെ അധ്വാനിക്കാനായിട്ട് അപ്പൻ്റെ കൂടെ കുടുംബം പരിചരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ആത്മസംതൃപ്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ദൈവത്തിനുള്ള സമ്മാനമാണ്. പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ അപ്പനെ കുറിച്ചുള്ള ചിന്തകൾ വലിയ ആനന്ദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നല്ല ഓർമ്മകളും ദിവസങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും വിധത്തിൽ മാനസികമാണ് മനുഷ്യരുടെ തീർച്ചയായിട്ടും സംഭവിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികളെ ഓർമ്മകളുണ്ടെങ്കിൽ നാളെ വരെ പ്രിയപ്പെട്ട സഹോദരൻ സ്വീകരിച്ച് പ്രത്യേകിച്ച് വിശുദ്ധ ഉപസാരവും വിമോചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തെങ്കിലും ഇനി വിമോചിക്കാനുണ്ടെങ്കിൽ നല്ലവനായ ദൈവം കാണിക്കട്ടെ. തീർച്ചയായിട്ടും അച്ഛവിശ്വാസവും സഹായത്തിനായിട്ട് സാധ്യമാകും. നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ഉപവാസമുണ്ട്, നമ്മുടെ ത്യാഗമുണ്ട്, നമ്മുടെ ദാനങ്ങളുണ്ട്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളൊക്കെ ദാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ചും ഈ നമ്മുടെ പിതാവിന് വേണ്ടി വിപണത്തിന്റെ നാമത്തില് പിന്നെ നടന്നത് കാരണങ്ങളൊക്കെ മോചിപ്പിക്കാറുണ്ട്. അതിന് പരിഹാരമായി നമ്മുടെ ആഗ്രഹവും നമ്മുടെ പരിഹാര പ്രവർത്തികളും നമ്മുടെ ഉപവാസവും പ്രാർത്ഥനകളും കാഴ്ചവെക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ തുടർന്നും നമ്മുടെ അപരമായിട്ടുള്ള ഈ സഹോദരമായിട്ടുള്ള ഈ വിപുലമായിട്ടുള്ള ആത്മബന്ധം നമുക്ക് തുടർന്ന് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും സ്വർഗത്തിൽ നിന്ന് നമുക്ക് നന്മകൾ വാങ്ങിത്തരുമ്പോഴാണ് യാതൊരു സംശയവും. ഇതിലൂടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും മക്കളും കൊച്ചുമക്കളും നിങ്ങളുടെ കുടുംബം ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ചേച്ചിക്കും ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇടവകയുടെ കൈകാരനായിരുന്നുകൊണ്ട് സ്തുത്രമായി സേവനം ചെയ്തത് എല്ലാവരും ലോകസഭ മുഴുവൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇപ്പോൾ പാരീഷ്
ഞാൻ സന്തോഷിച്ചു ജീവനം അതുപോലെ ശരണം മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമങ്ങളെന്ന കടലത്ര മനോഹരമാണെന്ന് വിശുദ്ധമായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ വിശുദ്ധവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനങ്ങളെ വിശ്രമം നൽകേണ്ട ഈ കപടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ വരുമെന്നാലും ഞാൻ ലോകത്തിൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിനെ ഞാൻ മുന്നേക്കാൾ നന്ദിയുള്ളതാകും. കർത്താവെ, ഞാൻ ജീവിതത്താൽ
ഈ കബറിടം പോറ്റണമേ. നാമായ സമയത്തിലായ ബഹുമാനം സ്മർപ്പിക്കും. ആ മുതൽ നയിക്കുമാറി പ്രാർത്ഥനകൾ പരിമളപോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടും കൂടെ അവസാന ദിവസം നിന്റെ വർദ്ധഭാവം നിർത്തട്ടെ. നീ സ്വീകരിച്ചാൽ വിശുദ്ധപ്രകാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എല്ലാവർക്കും ആഗ്രഹം അർപ്പിക്കാനുള്ള സമയമാണ്. എന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം കർത്താവ് മരിസ്വരന് കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായി ഉയർത്തും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ അമൃതത്തെ അനുഗമിക്കുകയും ഈ അമൃത സംസ്കാരത്തിൽ സഹകരിച്ച് ആളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വിമർശിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
അങ്ങോട്ട് നിന്റെ അടുത്തേക്ക് ചെറിയ ഗ്യാപ്പ് അങ്ങനെ വലിച്ചാൽ പറയാം ഇതിന് മുന്നോട്ടാക്കാം അതോ വീഴല്ല.